എല്ലാ മാന്യ പ്രേക്ഷകർക്കും മേഴ്സി കിച്ചൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വഴുതനങ്ങയും തക്കാളിയും ചേർത്ത് നല്ലൊരു തീയലാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടതായ ചേരുവകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. അതിനായി ഒരു മീഡിയം സൈസ് വഴുതനങ്ങ, 2 തക്കാളി, ഒരു 10-15 ഉള്ളി, കൊച്ചുള്ളി, കൂടാതെ 1.5 മുറി തേങ്ങ ചിരകി വെച്ചത്. നല്ല ഉണക്കത്തേങ്ങ വേണം ഇതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എണ്ണമയം കിട്ടത്തുള്ളൂ. അതിനോടുകൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി. ഇത്രയാണ് നമ്മളിവിടെ ഇതിനായിട്ട് എടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അലൂമിനിയത്തിൻ്റെ ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചിരകി വെച്ചിരിക്കുന്നതായ തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നമുക്കത് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെയും നമ്മളത് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. ഒരു പാതി മൂപ്പാകുന്നത് വരെയും നമ്മളിത് കൈ ഇളയ്ക്കാതെ വറുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ഒരു പാതി മൂപ്പാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് അത് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെയും നമ്മൾ വറുത്തെടുക്കുക. ഇത്തിരി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ചെറു തീയിലിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ഒരുമാതിരി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിരിക്കുകയാണ്. അതൊന്ന് പച്ചമണം മാറുന്നവരെയും മറക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ചിക്കിയെടുത്താൽ മതിയാവും. ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിടുകയാണ്. ചെറിയൊരു ചൂടൊക്കെ മാറിയ ശേഷം വേണം ഇത് അരയ്ക്കാനായിട്ട്. അല്പം പോലും വെള്ളം തൊടാതെ നമ്മളിത് ജാറിലിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കാണുന്നത് വരെ അരയ്ക്കുക. ഞാനിവിടെ കാണിച്ചിരിക്കുന്നുണ്ട്, അതുപോലെ അരച്ചെടുക്കണം. കൂടാതെ വഴുതനയും തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വഴുതനങ്ങയും തക്കാളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത്തിരി വെന്ത് പോകാതെ വഴറ്റിയെടുക്കുക. കാരണം കറിയിൽ നമുക്കിത് കഷ്ണങ്ങളായി കിടക്കേണ്ടതാണ്. അതുകൊണ്ട് ഒത്തിരി വെന്ത് പോകാതെ സൂക്ഷിക്കണം. ഇനി നമ്മളിത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചതായ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തത് വഴറ്റുക. ഒരുമാതിരി നന്നായി വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നതായ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം തൊടാതെ അരച്ചത് കാരണം അല്പം കട്ടിയായിരിക്കും. അതൊന്ന് തവി കൊണ്ട് ഉടച്ച ശേഷം ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ലയിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതായ തക്കാളി, വഴുതനങ്ങ എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അതിലേക്ക് 1 തണ്ട് കരിയാപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നവരെ നമ്മൾ മൂടി വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണ്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയ ശേഷം വീണ്ടും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ
തീയൽ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി നമുക്ക് അടച്ച് വയ്ക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.